ക്യാമറ വെച്ച് ഹോട്ടലിലെ എല്ലാ CCTV കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് അടുത്ത 5 മിനിറ്റത്തേക്ക് ഹോട്ടലിൽ ഒരു CCTV വർക്ക് ചെയ്യില്ല. റൂം നമ്പർ 509. ഒരു വെള്ള ഷർട്ടുകാരൻ കീ കൊണ്ടുവരും. അല്ലടോ, മലയെല്ലാം തോണ്ടി ഗ്രാനൈറ്റ് എടുത്ത് മാസം 1000 കോടി സമ്പാദിക്കുന്നില്ലേ? 100 കോടി രൂപ തരാൻ നിനക്ക് ഒരാഴ്ച സമയം വേണം. നിങ്ങൾക്ക് വേണ്ടി 10 കനാല മൂടിയത്, 4 ദേശം ഇല്ലാതാക്കി, 6 ഗ്രാമങ്ങളിലെ ആളുകളെ ഒഴിപ്പിച്ചു, ഒരു കലക്ടറേയും ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു. നിന്റെ മുതലാളിയോട് പറഞ്ഞേക്ക് അടുത്ത മാസം തൊട്ട് പണം കൃത്യമായിട്ട് വരണമെന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ പണി ഞാൻ പൂട്ടിക്കും. ശരി സാർ. എടുത്തു വെക്കണോ? ആ മുകളിലേക്ക് വാ, എമൗണ്ട് എത്തി. നീ എന്താടാ ഇവിടെ? നിന്നോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. 1 മിനിറ്റിനുള്ളിൽ എനിക്കിവിടുന്ന് പുറത്തു പോകണം. എക്സ്ക്യൂസ് മീ സർ, 1 മിനിറ്റ്. സർ, ഈ പെണ്ണിന് എനിക്ക് 2 മണിക്കൂർ വേണം. അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഈ ഫോട്ടോയിലുള്ള പെണ്ണ് എന്റെ അനിയത്തിയാണ്. അനിയത്തിയാ? കമ്മീഷണറോട് അനാവശ്യം പറഞ്ഞു. സർ, ടോട്ടൽ സംതിങ് റോങ്. ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയാ സർ ചോദിച്ചത്. നിങ്ങൾ ഡോക്ടറാണെന്ന് പോലും നോക്കാതെ പെട്ടെന്ന് അടിച്ചല്ലോ. ട്രീറ്റ്മെന്റിനാണ്? അതെ സർ, നമ്മുടെ അനിയത്തി ആ ചെറുക്കനെ പ്രേമിച്ചിട്ടുണ്ട്. നമ്മുടെ അനിയത്തെ കൊണ്ട് അവന്റെ മുമ്പിൽ നിർത്തിയാൽ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം താനെ പുറത്തു വരും. എന്റെ പണി ഈസി ആയിട്ട് തീരും. സോറി ഡോക്ടർ, ഇറ്റ്സ് ഓക്കെ. ട്രീറ്റ്മെന്റിനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അടിക്കില്ലേ. സർ, നിങ്ങൾ അടിച്ചതിൽ എനിക്ക് വിഷമമൊന്നുമില്ല സർ. അഡ്വാൻസ് പോലും തരാതെ ഇതെല്ലാം വാങ്ങേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുള്ളൂ സർ. ഡോക്ടർ, മുഴുവൻ പണവും അവൻ അടിച്ചുകൊണ്ട് പോയില്ലേ? നിങ്ങൾ അവന്റെ ഓർമ്മശക്തി വീണ്ടെടുത്ത് മുഴുവൻ പണവും കണ്ടുപിടിച്ചാലേ ആ എമൗണ്ടിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് തരാൻ പറ്റൂ. അപ്പൊ അവന്റെ അടുത്തുനിന്ന് ഞാനിത് കണ്ടുപിടിച്ചാലേ എനിക്ക് ശമ്പളമുള്ളൂ. കറക്റ്റ് ഡോക്ടർ. സൂപ്പർ. നമുക്ക് പണമാണ് പ്രധാനം. എങ്ങനെയെങ്കിലും അനിയത്തിയോട് വരാൻ പറ. ഡോക്ടർ, അനിയത്തിയോട് വരാൻ പറയാം. ട്രീറ്റ്മെന്റ് വൈകിക്കണ്ട. ട്രീറ്റ്മെന്റ് ആരംഭിച്ചിട്ട് അവന് ഓർമ്മ കിട്ടി എനിക്ക് എപ്പോഴാ ശമ്പളം കിട്ടാൻ പോകുന്നത്. സാർ, ഒരു ദിവസത്തെ ബാറ്റെങ്കിലും സാർ 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 വണ്ടി കയറി പോയിക്കളഞ്ഞില്ല. അടിച്ചു. പക്ഷേ എന്താ ഇവൻ ആലോചിക്കുന്നത്? പിന്നെ അടിച്ചു. അടിക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. എന്നെ തിരിച്ചറിഞ്ഞ ഇനിയിപ്പോ എന്താ ചെയ്യാ? പേര് പോലും അറിയാത്ത അനിയ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ഡോക്ടർ, ഇന്നലെ ഒരുത്തനെ ഞാൻ അടിച്ചു. എന്തിനാ അടിച്ചെന്ന് ഓർമ്മയുണ്ട്. എന്നാ ആരെ അടിച്ചു നോക്കുമോനെ, അത്ര ഡീപ്പായിട്ടൊന്നും ആലോചിക്കരുത്. ബ്രെയിൻ പെട്ടെന്ന് വീക്കായി പോകും. അതുകൊണ്ട് പ്ലീസ് ലീവ് ഇറ്റ്. ഇപ്പോ ഡോക്ടർ നിനക്ക് ഡിഫറെന്റ് ആയ ട്രീറ്റ്മെന്റ് തരാൻ പോവാ. എന്താ? അതായത്, മുമ്പ് നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ? പ്രേമിച്ച എല്ലാം മറന്നു ഡോക്ടർ. ഇവനാര് തന്മാത്രയല്ല, മോഹൻലാല. എന്താ? അങ്ങനെ പറയല്ല മോനെ. നീ പ്രേമിച്ച 0 വാട്ടിന്റെ പ്രകാശമുള്ള നിന്റെ മുഖം 1000 വാട്ട് ബൾബ് പോലെ ബ്രൈറ്റ് ആയിട്ട് കത്തും. എന്താ ഇത്ര പെട്ടെന്ന് ബ്രൈറ്റ് ആയത്? പ്രേമിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പെണ്ണ് തന്നെ വേണം പ്രേമിക്കാൻ. ഇവനെന്താ ആദ്യമായിട്ട് പ്രേമിക്കുന്ന പോലെ പറയുന്ന? ഇവളെല്ലാം നേരത്തെ പ്രേമിച്ചത്. സാവിത്രി. എന്തൊരു 3. ആ പെണ്ണ് എനിക്ക് പ്രേമിക്കണം. അതിനുള്ള ഏർപ്പാട് ട്രീറ്റ്മെന്റ് അല്ലേ മോളെ? ചേട്ടനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പോയാ. കാരണം എന്നെ അവൻ സ്നേഹിച്ച് വഞ്ചിച്ചത്. മോളെ, നീ സൈക്കോളജി സ്റ്റുഡന്റ്, ഞാൻ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ. ഒരു രോഗിയെ പോലെ കാണുക എന്നല്ലാതെ ശത്രുവായി കാണാൻ പാടില്ല. നിന്റെ ചേട്ടൻ പറഞ്ഞ പോലെ അവന്റെ മനസ്സിലെ സത്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ നീ അവനെ സ്നേഹിക്കും പോലെ ആക്ട് ചെയ്യണം. ആക്ട് ചെയ്യാനാണെങ്കിൽ ഓക്കെ.
പക്ഷെ എന്നെ ടച്ച് ചെയ്യാനൊന്നും പാടില്ല. ടച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്കാം. കൊല്ലൂല അവനെ ഞാൻ. മോനെ, പ്രേമിക്കുന്ന കാര്യം ഓക്കെ, പക്ഷെ ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്യാതെ എങ്ങനെ ഒരു പെണ്ണെ പ്രേമിക്കുന്നത്? ടച്ച് ചെയ്യണം. നിനക്ക് ടച്ച് ചെയ്യണം. ഞാൻ ചോദിച്ചോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. മോളെ, അവന്റെ സംസാരം വെച്ച് നോക്കുമ്പോ ലൈറ്റായിട്ട് അവിടെ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്ന തോന്നുന്നത്. ടച്ച് ചെയ്യണോ? എന്നെയോ? പറഞ്ഞേക്കെ. നോ. ട്രീറ്റ്മെന്റ് അല്ലേ മോളെ? ശരി, എന്നെ ടച്ച് മാത്രം ചെയ്തോട്ടെ, വേറെ ഒന്നും അതൊന്നും ചെയ്യാൻ ഈ ബൂത്തിന് സമ്മതിക്കൂല. അവന്റെ കാല് ഞാൻ ഓടിക്കൂലേ. മോനെ, ടച്ച് മാത്രമേ ചെയ്യാവൂ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്താ? കിസ്സും ചെയ്യും. കിസ് കൊടുക്കുക കവളത്തല്ലേ? കവളി കൊടുക്കാൻ അവളെന്താ കൊച്ചുകുട്ടിയാ? ലിപ്പി തന്നെ കൊടുക്കണം. ലിപ്പിലാ? No, I can't do this. ഓക്കെ, ട്രീറ്റ്മെന്റ് വേണ്ട. Wait, മോനു, പ്ലീസ്. ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാനിപ്പോ എന്തൊക്കെ ചെയ്യേണ്ടി വരും? എന്റെ വിധി. മോളെ, അവനൊരു ആവേശത്തില് കിസ്സും ചെയ്യുന്ന തോന്നുന്നത് പോലെ. നീ ഡോക്ടറാണോ അതോ ബ്രോക്കറാണോ? ട്രീറ്റ്മെന്റ് അല്ലേ മോളെ? പ്ലീസ് മോളെ. ഒരു മനുഷ്യൻ ആദ്യ പ്രേമവും ആദ്യ കിസ്സും ഒരു കാലവും മറക്കില്ല മോളെ. ഇപ്പൊ നീ അവന് കൊടുക്കാൻ പോകുന്ന കിസ് ഉണ്ടല്ലോ, അവന്റെ ഞരമ്പുകളെ മുഴുവൻ ഉത്തേജിപ്പിച്ച് മനസ്സിലെ സത്യം മുഴുവൻ പുറത്തുകൊണ്ടുവരും മോളെ. പ്ലീസ് കോപ്പറേറ്റ്. ഈ കണ്ണ് ഓക്കെ എന്ന് പറഞ്ഞു. നീ എപ്പോഴാ മോനെ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ കുറെ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ അടുത്തേക്ക് വന്നാ. ലെറ്റ്സ് ഗോ ഫോർ ദ ട്രീറ്റ്മെന്റ്. എന്താ മോളെ? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല ഡോക്ടർ. അയ്യോ ശരി, അതൊരു പെണ്ണാണ്, നാണം ഉണ്ടാവും. നീ ആരംഭിക്കേ. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ആണാ. അവളോട് ഇങ്ങോട്ട് തരാൻ പറ. അല്ല മോനെ, ഈ പെണ്ണ് തന്നാലും നീ കൊടുത്താലും ലാഭം നിനക്കല്ലേ? അതും ശരിയാണ്. അപ്പൊ നീ പുറത്തു. എന്ത്? ഞാൻ പോവാനോ? ഞാനല്ലേ ഇതെല്ലാം നോക്കി നടത്തേണ്ടത്? പൂത്തിരി. ശരി, ട്രീറ്റ്മെന്റ് അല്ലേ?